പിന്നീട് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മണിക്കുട്ടി മുത്തു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാവ്യ പറയുന്നുണ്ട്, മണിക്കുട്ടി മോളെ സ്വാമിക്ക് ആ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ പറയാണ്. അങ്ങനെ കാവ്യ ഒരു പേപ്പറിൽ കവറിൽ പൈസ ഇട്ട് മണിക്കുട്ടിയുടെ കൈ കൊടുക്കുമ്പോൾ മണിക്കുട്ടി അത് സ്വാമിക്ക് കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് വരും മോളെ എന്ന് പറയാണ്. രണ്ട് കുട്ടികൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവും എന്നൊക്കെ സ്വാമി പറയുന്നുണ്ട്. അതിനുശേഷം കാവ്യ ആ ഒരു അമ്മയുണ്ടല്ലോ, പ്രഭാമയി അമ്മ, അവരോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണനെ നേരത്തെ പരിചയമുണ്ടല്ലോ അമ്മക്കെന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമുണ്ട്. കൃഷ്ണൻ മുമ്പ് പല പല പുണ്യസ്ഥലങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് യോഗങ്ങളും അതായത് ഇങ്ങനത്തെ ഓരോരോ ഇതൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ ഓരോരോ പുരാണങ്ങളും അതൊക്കെ ഓരോരോ കഥകൾ പറയണ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ പരിചയമുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ കാവ്യ പറയുന്നുണ്ട്, കൃഷ്ണ അതിലൊന്നും പങ്കെടുത്ത കാര്യം എനിക്ക് അറിയേയില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇപ്പോഴല്ല മോളെ, കുറേ നാൾ മുമ്പ്, അതായത് കൃഷ്ണയുടെ കല്യാണത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ കൃഷ്ണക്കൊന്ന് സമാധാനമാവണം. ആ സമയത്ത് ആ സ്വാമി കൃഷ്ണയുടെ മുഖത്തൊക്കെ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് ഒരു ജീവിതം, കല്യാണം കഴിഞ്ഞൊരു ജീവിതം എന്ന് പറയാൻ കേട്ടോ. അത് ഡബിൾ അർത്ഥത്തിലാണ് പറയണത്. കൃഷ്ണക്ക് കാര്യം മനസ്സിലായി, പക്ഷെ കാവ്യക്ക് അത് മനസ്സിലായില്ല. കാവ്യ ആയിരിക്കും രണ്ട് ജീവിതമാണല്ലോ, അപ്പോൾ ആ രീതിയിൽ പറഞ്ഞതായിരിക്കും. അതിനുശേഷം ഭരത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെറിയ ഉടായ്പുണ്ടല്ലോ, കണ്ടുപിടിക്കണം എന്ന് ഭരത് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അതിന് സ്വാമിയുടെ അനുഗ്രഹമൊക്കെ കാവ്യം മേടിക്കേണ്ട. എന്തായാലും പൂജയൊക്കെ നന്നായിട്ട് നടന്നു, ചടങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു, വളരെ നന്ദി സ്വാമി എന്നൊക്കെ പറഞ്ഞു. ശരി, എല്ലാവരും ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പിന്നീട് കാണിക്കുന്നത് ജയമോഹിനെയാണ്. ഭരത് ഈ കാര്യങ്ങളൊക്കെ വന്ന് ജയമോഹൻ്റെ പറയുക കേട്ടോ. ജയമോഹനത് പറയുന്നുണ്ട്, അമ്മേ ആ രാധികയുടെ ആത്മാവ് ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ആ സ്വാമി എന്താ പറഞ്ഞതെന്നറിയാവോ, രാധികയുടെ ആത്മാവ് ഇവിടെ മണിക്കുട്ടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. മണിക്കുട്ടിക്കും മുത്തിനെയൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. രാധികേനെ ദ്രോഹിച്ച ആൾക്കാരൊക്കെ തിരിച്ച് തിരിച്ച് അവർക്കൊക്കെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെയൊക്കെ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാധികയുടെ ആത്മാവ് ഇവിടെ നിൽക്കണമെന്ന് പറയണമെന്ന് പറയുമ്പോൾ ജയമോഹനി ആകെ പേടിക്കുവായിട്ട്, ഈശ്വര രാധിക അപ്പോൾ നമ്മളെ ഉപദ്രവിക്കുമല്ലേടാ എന്ന് പറയുമ്പോൾ, നമ്മളെ അമ്മേനെ മാത്രമേ ഉപദ്രവിക്കുള്ളൂ എന്ന് പറയുവാണ്. എടാ ദ്രോഹി എന്ന് പറയുമ്പോൾ, അതെ ഞാൻ രാധികൻ എന്ത് ചെയ്തു, ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലെന്ന് ഭരത് പറയാണ്. നിങ്ങളുടെ അത്ര ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ, എന്നാലും ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇനി പറയുവാണ്. ഇനി അങ്ങനെയൊക്കെയാണ് അമ്മേ, ആ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ലെന്നാ എല്ലാവരും പറയണത്. അപ്പം അതുകൊണ്ട് രാധികയുടെ ആത്മാവ് നമ്മുടെ തൊട്ട് മുമ്പിലും തൊട്ട് പുറകിലും എവിടെ വേണമെങ്കിലും ഉണ്ടാകും എന്ന് പറയാണ്. എന്നിട്ട് ഭരത്തൊരു നമ്പർ എടുക്കുവാട്ടോ, ജസ്റ്റ് ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളണ പോലെ വീണ പോലെ ഇങ്ങനെ കാണിക്കുവാണ്. അപ്പോഴേക്കും ജയമോഹൻ, അയ്യോ എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഇപ്പം ഞാൻ എന്നെ തള്ളണ പോലെ എനിക്ക് ആരോ തോന്നി അമ്മേ, രാധികയുടെ ആത്മാവ് എൻ്റെ ശരീരത്തെ സ്പർശിച്ച പോലെ എനിക്ക് തോന്നി, അവരെന്നെ തള്ളിയ പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ, എടാ നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേടാ എന്ന് പറയുമ്പോൾ, അതേമേ ആത്മാക്കൾ എവിടെയാ കൂടിയിരിക്കണമെന്ന് അമ്മക്കറിയാവോ? ഇല്ല, അത് പനകളിലാ കൂടിയിരിക്കണത്. രാത്രിയാകുമ്പോൾ വെള്ള സാരി എടുത്തുകൊണ്ട് അവർ വരും എന്ന് പറയുമ്പോൾ, അതെന്താടാ പ്രേതങ്ങൾ വെള്ള സാരി എടുത്ത് വരുന്നതെന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ, അമ്മേ അതെ ആ പ്രേതങ്ങളുടെ സംഘടനയുടെ തലപ്പത്തി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും വെള്ള സാരി മതിയെന്ന്, അത് പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു വന്നു, അത്രേ ഉള്ളൂ. എന്തായാലും അമ്മയാണ് ആദ്യം പേടിക്കേണ്ടത് എന്ന് ഭരത് പറയുവാട്ടോ. ഈശ്വര സമാധാനം പോയല്ലോ എന്ന് ഭരത്തും അതുപോലെ തന്നെ ജയമോഹനെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണ രാധികയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതിന് മുമ്പിൽ നിന്ന് പറയാണ്, രാധികയെ ഞാൻ ഇന്ന് നമ്മുടെ പ്രഭാമയി അമ്മയില്ലേ മറവത്തൂരിലെ അവരെ കണ്ടു, എനിക്ക് വരാത്ത പേടി പോലെ തോന്നുന്നു രാധികയെ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം, മണിക്കുട്ടി നമ്മുടെ മകളാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവരത് ആർക്കെങ്കിലും പറയോ, വലിയ പ്രശ്നമാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് വളരെ ടെൻഷൻ ആവുന്നു രാധികയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് സംസാരിച്ച സമയത്ത് കാവ്യ വരുന്നുണ്ട്. എന്താ കൃഷ്ണ ഇവിടെ നിൽക്കുന്നത്, എന്തോ കൃഷ്ണയുടെ മുഖത്ത് വരുന്നത് ഭയം പോലെ, കൃഷ്ണ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ഇല്ല കാവ്യം ചോദിക്കുമ്പോൾ, നുണ പറയണ്ട, കൃഷ്ണ എന്തോ ഭയപ്പെടുന്നുണ്ട്, സ്വാമി പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടാണോ? അല്ല എന്ന് കൃഷ്ണ പറയുമ്പോൾ, രാധികയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണക്ക് എന്തോ പേടിയുള്ള പോലെ. കൃഷ്ണനെ പ്രേതങ്ങളെയൊക്കെ ആത്മാക്കളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ രാധികനെ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കാണ് മണിക്കുട്ടിയും മുത്തും വരുന്നുണ്ട്. മണിക്കുട്ടി പറയണ്ട, അയ്യോ എൻ്റെ അമ്മ ഒരു പാവമാണ് സാറിനെ ആൻറ്റീനെ മുത്തിനെ ഒന്നും എൻ്റെ അമ്മ ചെയ്യത്തില്ല എന്ന് പറയുവാണ്. ആ സമയത്ത് മുത്തു പറയണ്ട, അച്ഛനിങ്ങനെ പേടിക്കൊന്നും വേണ്ട, രാധികാരി നമ്മളെ ആരെയും ഒന്നും ചെയ്യില്ല, രാധികാരിക്ക് നമ്മളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ എന്ന് മുത്തു പറയുകയാണ്. ആ സമയത്ത് കൃഷ്ണ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കാവ്യ പറയണ്ട്, കണ്ടോ മക്കളെ നിങ്ങളുടെ അച്ഛൻ്റെ പ്രേതത്തോടത്തുള്ള ഭയം കണ്ടില്ലേ, ആത്മാക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ മുട്ടുകാരടിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൃഷ്ണ പറയണ്ടേ ഭയമൊന്നും അല്ലടോ, പെട്ടെന്ന് കേട്ടപ്പോൾ എന്തായാലും നമ്മളൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല കൃഷ്ണ എന്ന് പറയാണ്. മുത്ത് പറയണ്ട്, ഭയക്കേണ്ടത് നമ്മളൊന്നും അല്ല അച്ഛാ, അവരാ ആ മുത്തശ്ശിയും ഭരത്തും എന്ന് പറയുമ്പോൾ,
കൃഷ്ണ പറയണ്ട് മോളെ അങ്ങനെയൊന്നും പറയല്ലേ, അവരെന്തൊക്കെ പറഞ്ഞാലും മോളുടെ അമ്മാവനും മുത്തശ്ശിയും അവരെ വേണ്ടാത്ത രീതിയിലൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ എങ്കിലും അവരൊരുപാട് ദ്രോഹിക്കുന്നില്ലേ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇനി അവരെ മണിക്കുട്ടിനെ ദ്രോഹിക്കില്ല എന്ന് മുത്ത് പറയുവാണ്. അതെന്താന്ന് കാവ്യ ചോദിക്കുമ്പോൾ അതേ മണിക്കുട്ടിനെ ദ്രോഹിച്ചാൽ രാധികാണ്ടിന്റെ ആത്മാവ് വന്നിട്ടെ മുത്തശ്ശിനെയും ഭരത്തെങ്കിലും നല്ല പണി കൊടുക്കുമല്ലോ, അതുകൊണ്ട് ഇനി മണിക്കുട്ടിനെ എന്തായാലും ദ്രോഹിക്കില്ലെന്ന് പറയുമ്പോൾ മണിക്കുട്ടി ചിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ സ്വാമി ആ ഒരു പ്രഭാമയി അമ്മ എന്ന് പറഞ്ഞില്ല, ആ സ്ത്രീയുടെ ചോദിക്കുന്നുണ്ട്, ഈ കൃഷ്ണന് നിങ്ങൾക്ക് ശരിക്കും എങ്ങനെയാ പരിചയം? നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി, സത്യം പറയാം കൃഷ്ണൻ എങ്ങനെയാ പരിചയം ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ മറവത്തൂര് എൻ്റെ പരിചയത്തിലുള്ള ഒരു രാധികയെ കുറിച്ചിട്ട്, രാധിക അവളെ സ്നേഹിച്ച കൃഷ്ണ. ഓ മനസ്സിലായി രാധികയെ. അപ്പൊ സ്വാമി പറഞ്ഞിട്ട് രാധികനെ സ്നേഹിച്ച് പ്രസവം, അതായത് ഗർഭിണിയാക്കിയിട്ട് പ്രസവം ഉണ്ടായോ കുട്ടി ഉണ്ടായോ ഒന്നും അറിയാണ്ട് അന്വേഷിക്കാണ്ട് വേറൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ കൃഷ്ണ. അപ്പോഴേക്കും പറഞ്ഞു അതെ, പക്ഷെ കൃഷ്ണ പറ്റിച്ചതൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും സാഹചര്യം കൊണ്ടിട്ടായിരിക്കുമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുമ്പോൾ പ്രഭാമയി അമ്മ ആ സ്വാമിയുടെ പറയണ്ട, സ്വാമി ഈ കാര്യങ്ങൾ വേറെ ആരും അറിയരുതെന്ന് പറയുമ്പോൾ ഞാൻ ആർത്ത് പറയാനാ, നിങ്ങളുടെ വായന്ന് പറയാതെ നോക്കണം, പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണയുടെ ജീവിതം അതോട് തീർന്നു. അയാളുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്, അവരുടെ ജീവിതം കുളം തോണ്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ കാര്യങ്ങൾ ആർത്തും പറയണ്ട, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടത്തോടെ ഇത് അവസാനിപ്പിക്കാം എന്ന് പറയുവാണ് ഈ കൃഷ്ണയുടെ ടോപ്പിക്ക്. ശരി സ്വാമി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സ്വാമിക്ക് മനസ്സിലായി വിചാരിക്കണം അവസാനിപ്പിച്ചത് തന്നെ, ഇനി ഇതിന്റെ പിന്നിൽ ഒരുപാട് കൃഷ്ണയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കും, പണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ മുകളിൽ വീഴും, പണത്തിന്റെ മേളിൽ പരുന്നും പറക്കില്ലെന്നല്ലേ, അതുകൊണ്ട് ഞാൻ ഈ പറന്നടക്കും, ഈ പണം ഞാൻ ഒരുപാട് ഉണ്ടാക്കും ഇതിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും കേട്ടോ ആ സ്വാമി. പിന്നീട് ഭരത്തും ജയമോഹനെയും കൂടിയിട്ട് നീരജയല്ല നമ്മുടെ സുകന്യനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. സുകന്യ പറയണ്ട്, അതെ സ്വാമി നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, സ്വാമി പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി അമ്മേ എന്ന് പറയുമ്പോൾ ജയമോഹൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ സ്വാമി പറഞ്ഞില്ലേ രാധികയുടെ ആത്മാവ് അവിടെ അലിന് തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സ്വാമി എന്നോട് പറഞ്ഞു. അതെന്താ പറഞ്ഞത് ജയമോഹൻ ചോദിക്കുമ്പോൾ രാധികയുടെ ആത്മാക്കൾക്ക് നിങ്ങളോട് 3 പേരോടാ പക, അതായത് ഭരത്, ജയമോഹിനി, നീരജ എന്ന് പറയുമ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട് അതിന് നീരജ ഇപ്പോൾ വീട്ടിലില്ലല്ലോ എന്ന് പറയുമ്പോൾ നീരജ വീട്ടിലില്ലെങ്കിലും അവള് ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, അല്ല അവള് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്കിട്ടും കിട്ടും. ഭരത്തും നീരജ രാധികനെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ഭരത്തൊന്നും മിണ്ടുന്നില്ല. എന്തായാലും എല്ലാവർക്കിട്ടും പണി കിട്ടാൻ പോവാണമ്മേ എന്ന് പറയുവാണ്. ഷോ മോളെ ഇതിനെന്താ പ്രതിവിധി എന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിവിധിയൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, പേടിച്ചും കണ്ടും ജീവിക്കേണ്ടി വരും അമ്മേ എന്ന് പറയുവാണ്. ഷോ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രേതങ്ങളൊക്കെ അപ്പോൾ ശരിക്കും ഉണ്ടല്ലേ സുകന്യ ചേച്ചി എന്ന് ഭരത്ത് ചോദിക്കുമ്പോൾ പിന്നെ ഉണ്ടെന്ന് പറയുകയാണ് ജയമോഹൻ. എൻ്റെ ഒരു അമ്മാവനുണ്ട്, അമ്മാവൻ ഉച്ചക്ക് നടക്കാൻ പോണ സമയത്ത് പാലിൻ്റെ ആ ഒരു നമ്മൾ പാൽ കവറുണ്ടല്ലോ അത് പൊട്ടിച്ച് പാല് കുടിക്കണ പോലെയാ യക്ഷികൾ രക്തം കുടിക്കണേന്നാ പറയണെന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ടേ എങ്കിലും അമ്മ പേടിക്കണ്ടമ്മേ, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറയുവാണ്. അതെന്ത് മാർഗ്ഗമാടാ എന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ നമുക്ക് 2 കുപ്പി ബ്ലഡായിട്ട് ഇനി കയ്യിൽ കൊണ്ടുപോയി നടക്കാം എന്ന് പറയാണ്. അതെന്തിനാ, യക്ഷി വരുമ്പോഴേക്കും ആ ബ്ലഡ് കൊടുത്താൽ മതിയല്ലോ, അത് കുടിച്ച് വയറ് നിറഞ്ഞ് അവർ പോയിക്കോളും, ഒന്ന് പോടാ കുരുത്തം കെട്ടവനെ എന്ന് പറയുവാണ്. ആ സമയത്ത് സുകന്യ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരു പന കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പന അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടു എന്ന് പറയുന്നുണ്ട് അവര്. ആ പനയെന്ന് രാധിക നോക്കുന്ന പോലെ എനിക്ക് തോന്നുക എന്ന് പറയുമ്പോഴേക്കും ജയമോഹനെ ഭരത്തു ആകെ നെട്ടുവാട്ടോ. അയ്യോ എനിക്കാകെ പേടിയാവുന്നു. നിങ്ങൾ പേടിക്കേണ്ട എന്ന് സുകന്യ പറയുന്നുണ്ട്. അതെ പ്രേതങ്ങള് മനുഷ്യന്മാരുടെ രക്തം മാത്രമല്ല കുടിക്കണത്, ചിലപ്പോൾ അവരെ കൊല്ലുക മാത്രമല്ല, ചിലപ്പോൾ അവരെ ജീവിക്കാനും സമ്മതിക്കും, പക്ഷെ അവിടെ കയ്യോ കാലോ തളർത്തി ഒടിച്ചിടുമെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ അവർക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ടോ അതിനേക്കാൾ നല്ലത് കൊല്ലണതാണ് എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷ്മത്തോടെ കൊടുത്താൽ നിൽക്കണം. പിന്നെ രാധികയുടെ ആത്മാവ് മണിക്കുട്ടിനെ ചുറ്റിപ്പറ്റി നിൽക്കണം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് മണിക്കുട്ടിനെ അവിടുന്ന് പുറത്താക്കിയ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവെന്ന് പറയുമ്പോൾ ജയമോഹനി പറയണ്ട് ആ പെണ്ണിനെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് സുകന്യ ഞങ്ങൾ നിന്നത്, പക്ഷേ ആ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ റിസൾട്ട് വരുവാണെങ്കിൽ ആ കൃഷ്ണനെ കൂടി പിടിച്ച് പുറത്താക്കായിരുന്നു എന്ന് ജയമോഹനി പറയുമ്പോൾ അതിന്റെ റിപ്പോർട്ടിന്റെ കാര്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം അമ്മേ, എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിക്കണം, മണിക്കുട്ടിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം പറയുമ്പോൾ അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ ചെയ്യാം. എല്ലാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഭരത്ത് ചോദിക്കാൻ, അല്ല മണിക്കുട്ടിനെ പുറത്താക്കിയ രാധികയുടെ ആത്മാവ് ഞങ്ങൾ ഉപദ്രവിക്കില്ലെന്ന് പറയുമ്പോൾ രാധികയുടെ ആത്മാവ് എന്തായാലും ഉപദ്രവിക്കും, അതിനേക്കാൾ നല്ലത് അവളെ പുറത്താക്കണതല്ലേ, നമുക്ക് എന്തായാലും നോക്കാം, നിങ്ങൾ നേരെ സൂക്ഷിച്ചു പോകുന്നു പറഞ്ഞിട്ട് അവരങ്ങോട്ട് പറഞ്ഞയക്കോട്ടെ സുകന്യ. അതിനുശേഷം സുകന്യ മനസ്സിൽ വിചാരിക്കുകയാണ് തള്ളേ മോനും ഒരുപാട് അങ്ങോട്ട് പേടിച്ച് ജീവിക്കട്ടെ ഇനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി ചെയ്യിക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം, ഇന്ന് രാത്രി പ്രൊമോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.